ഈ കോതമംഗലത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ എൽദോമാരും ബേസിലുമാരും ഉള്ള സ്ഥലമാണ്. നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ ചെറിയൊരു പുറകോട്ടടാ. ശരി ശരി നീലക്കുയിൽ ഇവിടെ ഇരിക്കട്ടെ. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മ്യൂസിക്കൽ ജേണി വിത്ത് എം കെ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ വയലിനിസ്റ്റ് വിശാലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മുടെ വെന്യൂ എന്ന് പറയുന്നത് കോതമംഗലമാണ്. കോതമംഗലത്ത് എൻഗേജ്മെന്റ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം സെറ്റ് ചെയ്തു, സൗണ്ട് ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ടൈം ഉണ്ടായിരുന്നുകൊണ്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഇറങ്ങി. ജോസഫ് വധു പുളാലപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ വെട്ടാമ്പാറക്കരയിൽ ചുള്ളിക്കൽ വേണ്ടി ഷാജൻ ജോർജിന്റെയും ഉമ്മണി ഷാജന്റെയും മകൾ റബേക്കയുമാണ്. ഓക്കെ, അങ്ങനെ നമ്മുടെ പ്രോഗ്രാം ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചു. ഇനി ഞങ്ങളെല്ലാം ഒന്ന് പാക്ക് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. തിരിച്ചു പോരാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണ് ഈ പള്ളിയുടെ ഒരു ബ്യൂട്ടി എൻ്റെ കണ്ണിൽ പെടുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പള്ളിയും നല്ല പച്ചപ്പ് നിറഞ്ഞ സറൗണ്ടിങ്സും. ഓക്കെ, അങ്ങനെ കോതമംഗലത്തെ പ്രോഗ്രാം കഴിഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? അടിപൊളി പരിപാടിയാണ്, നല്ല സൂപ്പർ പരിപാടി. നല്ലൊരു ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ല, നല്ലതാണ്. ഈ കോതമംഗലത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ എൽദോമാരും ബേസിലുമാരും ഉള്ള സ്ഥലമാണ്. നീ എൻ്റെ അടുത്ത് പറഞ്ഞില്ല ഒരു ബേസിൽ നിന്ന് അച്ഛൻ തൊട്ടപ്പുറത്തെ അപ്പച്ചൻ്റെ പേര് ബേസിലാണ്. ആ ചേച്ചി ആ പുള്ളിക്കാരനെ വിളിച്ചു ബേസിൽ. അപ്പൊ ഞാൻ നീ പറഞ്ഞ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ നീ അച്ഛൻ്റെ പേര് ബേസിലുണ്ടേ? ആ ബേസിലാണ് ഫസ്റ്റ് അവിടെ രണ്ടുപേര് ഞാൻ കണ്ട് അച്ഛനും ആ രണ്ടുപേർക്കും ബേസിലുണ്ടായിരുന്നു പേര്. ഇല്ലേ ചെറിയൊരു പുറകോട്ടടാ. സിമ്പിളാണ് പക്ഷെ നല്ല പരിപാടിയാണ്. അല്ല, ഞാൻ പറഞ്ഞ എൻ്റെ ഓർക്കസ്ട്രേഷൻ ഇവരൊക്കെ മാറി. നവ്യാനായി ഹിറ്റടിച്ച ഈ സിനിമയല്ലേ അല്ലേ? ആ ഇത് മറ്റേ നന്ദനം. ഞാനേ കണ്ടു. ആരുണ്ട് ഇപ്പോഴും അതിൽ നിന്ന് മാറാത്ത കുറെ ആൾക്കാരുണ്ട് അല്ലേ? ചേച്ചിമാരല്ലേ അല്ല ആ ഒരു അത് നമ്മൾ ചില പണ്ടൊക്കെ സിനിമ കാണുമ്പോഴത്തേക്ക് ചില ആൾക്കാരൊക്കെ നമ്മൾ വിജയനെയൊക്കെ അനുകരിച്ചുകൊണ്ട് കൊച്ചിൽ നടക്കത്തില്ല. അതുപോലെ നന്ദനത്തിലെ നവ്യ നായർ അനുകരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. നീ മടിക്കലാണ് നല്ലതല്ലേ? നമ്മളോട് പഠിക്കാനുള്ള രാവിലെ ഒന്ന് കഥ തുറന്നപ്പോഴത്തേക്ക് സുന്ദരി എന്ന് ഒരു പൂച്ച ഉണ്ട് ഇവിടെ. എല്ലാ വീട്ടിലും പോകും. വെളുപ്പിന് 6:30 ആയപ്പോൾ കഥ പറഞ്ഞു. കറക്റ്റ് വീടിന്റെ ഫ്രണ്ടിൽ അടിക്കാൻ പൂച്ച ഇരിപ്പുണ്ട്. ഇവിടെ 2 കുഞ്ഞുങ്ങൾ. കറക്റ്റ് ഞാൻ കഥ തുറന്നു കറക്റ്റ് കഥ ഞാനെന്നാ ഇത് അപ്പഴേ അടച്ചു. ഇതെന്നാ അറിയോ? അകത്തോട്ടല്ലേ കയറി വരുന്നു. കുഞ്ഞു പൂച്ച
ഒരെണ്ണം സാധാരണ കറുപ്പും വെള്ളയും, ഒരെണ്ണം വന്നിട്ട് നമ്മുടെ ഈ ചാര കളറില്ലേ, ചാര ഗ്രേയും അല്ല, എന്നാ പറയണ്ടേ, ഇവിടെ ഒരു വല്ല നമ്മൾ ഈ ചുക്കിലേക്ക് അടിച്ച് ചുക്കിലേക്ക് ഒരു കളറില്ലേ, നമ്മൾ ഈ വീട്ടിലെ ചുക്കിലി മാറാലേക്ക് അടിച്ച് കളറില്ലേ, അപ്പൊ അതിനൊരു കളറില്ലേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ കളർ പൂച്ച ഭയങ്കര രസമാണ് അതിനെ കാണാൻ. എന്നിട്ട് അതിന്റെ കണ്ണ് നീല കളർ ഒരെണ്ണം ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓൾറെഡി വിഷയമാണ്. കൊറേ വരുമ്പോ ഫുഡൊക്കെ കൊടുത്തു വിടാൻ നടക്കത്തുള്ളൂ. വളർത്താൻ പോയി ഏണിയ. പിന്നെ നമ്മളിപ്പോ 2 പ്രാവശ്യം ജസ്റ്റ് ഇങ്ങനെ എന്താടാ എന്തിനു ചോദിച്ചെന്ന് വിചാരിച്ചോ, പിന്നെ ആള് പുറകെ ഒന്നും മാറത്തില്ല. പിന്നെ നമ്മള് പോകുമ്പോഴെല്ലാം ഇങ്ങനെ നോക്കി പ്രതീക്ഷിച്ചിരിക്കും. പിന്നെ വീടിനകത്ത് കയറി അത്രയേറോട്ട് ഒരുമിച്ച് അതേ ഇറങ്ങി. സ്ഥലപ്പേരാണ് ഉപ്പുകണ്ടം. സിനിമല്ലേ ഇറച്ചിക്കടയുടെ പോസ്റ്റർ വെച്ചേക്കണേ, ഒരു പന്നി ബീഫ് എന്നൊക്കെ അതിന്റെ മുകളിൽ ഒരു പന്നി കൈയൊക്കെ അത് കാണുമ്പോ പന്നിയെ കറി വെക്കാനല്ലേ പിടിക്കണം, മേടിച്ചോണ്ട് വീട്ടിൽ വരാനാ തോന്നുന്നു. അതാണ് അതിൽ കണ്ടത്. ചില ഇറച്ചിക്കടയുടെ കോഴിയെ കണ്ടില്ലേ, മറ്റേ മസിലൊക്കെ കാണിച്ചോണ്ടേ ബൈസെപ്സ് ഒക്കെ കാണിച്ചോണ്ട്. അർജുന എവിടെടാ, തിരക്കാണോടാ? അതിനെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്, ഒന്നും വിചാരിക്കല്ലേ. പക്ഷെ ഞാൻ ഇപ്പൊ അർജുനോട് അങ്ങനെ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഞങ്ങള് കൊറേ ആലോചിച്ച് പറയണോ വേണ്ടയോന്ന്. മോശമായിട്ടൊന്നും വിചാരിക്കുന്നില്ലല്ലോ ചേട്ടാ, പറഞ്ഞ കേട്ടോ. എടാ അർജുനെ, നീ ഉണ്ടല്ലോ മറ്റേ നീ മണിമുകിലാണുകൾ പാട്ടില്ലേ, നീ മണിമുകിലാണുകൾ പാട്ടില്ലേ, അതിന്റെ ലാസ്റ്റ് ഒരു ഫ്ലൂട്ട് പോർഷൻ ഉണ്ട്, അതൊന്ന് സെറ്റ് ചെയ്യണോ ളിയാ? ഇവന്റെ കാര്യമില്ലടാ, കുഴപ്പമില്ല, ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരിക്കും, അത്രയും കിട്ടിയാ മതി എനിക്ക്. ശരി നീലക്കോയിൽ ഇവിടെ ഇരിക്കട്ടെ. ശരിയാ, ബൈ.